കാത്തിരുന്ന് കാത്തിരുന്ന് പുഴമിലിഞ്ഞു കടവൊഴിഞ്ഞു കാലവും കടന്നു. എന്റെ ഭഗവാനെ, നോർത്ത് ഇന്ത്യൻ പബ്ലിക് സ്കൂളിലെ കുട്ടികളെ ഒരു ചൂരലിന്റെ മുമ്പിൽ വിറപ്പിച്ചെടുത്ത് രാഘവ മാഷിത ഒറ്റ തോർത്തിൽ നിന്ന് വേർക്കുന്നു. എന്റെ ഷഷ്ടി പൂർത്തിയായിട്ട് എന്നെ കാണാൻ വരുന്ന കുട്ടികൾ ഈ കാഴ്ച കണ്ട എന്റെ ഷഷ്ടി പൂർത്തി ഇന്ന് ജട്ടി പൂർത്തിയാവേ. അയ്യോ അച്ഛൻ എന്തിനാ ഇങ്ങനെ കിടന്ന് അലക്കുന്നത്? എന്തിനാ അലക്കുന്നതെന്ന്? എടി ഷഷ്ടി പൂർത്തിയായിട്ട് ഞാൻ ഇടാനുള്ള ഡ്രസ്സ് മുഴുവൻ അലമാര വെച്ച് പൂട്ടി നിന്റെ കെട്ടിയ താക്കോൽ എടുത്തോട്ടൊക്കെ പോയി. ഞാൻ ഇനി എന്തോ ഇടും? അതാണോ കാര്യം? ഇന്ന് അച്ഛന്റെ ഷഷ്ടി പൂർത്തിയല്ലേ? ഷഷ്ടി പൂർത്തിയായിട്ട് അച്ഛൻ പഴയ ഡ്രസ്സൊന്നും ഇടണ്ടെന്ന് കരുതിയ എല്ലാം എടുത്ത് അലമാരി വെച്ച് പൂട്ടിയിട്ട് ചേട്ടൻ താക്കോലും കൊണ്ട് പോയത്. അയ്യോ, എനിക്ക് ആ ഡ്രസ്സ് വേണ്ട, എനിക്ക് എന്റെ ഡ്രസ്സ് മാത്രം മതി. അയ്യോ, അങ്ങനെ പറഞ്ഞാൽ പറ്റത്തില്ല. ഇന്ന് അച്ഛനെ പുത്തൻ കോടി കൊടുക്കണം. അത്താകുത്താ തുണിയൊന്നും മേടിക്കാനല്ല ചേട്ടൻ പോയിരിക്കുന്നത്. 12 വർഷത്തിൽ ഒരിക്കലുണ്ടാകുന്നത് ഇങ്ങനെ നുളയ്ക്കുന്ന പട്ടുനൂൽ പുഴുവിനെ ചതച്ചരച്ച് അതിന്റെ നാര് വലിച്ചു കീറി അങ്ങ് തോളത്തോട്ട് ഇട്ട് തരും. ആ ഒരു നാര് ഇട്ടോണ്ട് ഞാൻ അടുത്ത ഷഷ്ടി പൂർത്തി വരെ ഇങ്ങനെ നിക്കണമല്ലേ? അയ്യോ, ഒരു നാരല്ല, അങ്ങനത്തെ കുറെ നാരെടുത്ത് ചർക്കക്കകത്തിട്ട് കറക്കി നെയ്ത നല്ല ഒന്നാന്തര കസവും മുണ്ടും ഷർട്ടുമാണ് എന്റെ ചേട്ടൻ അച്ഛന് വേണ്ടി മേടിക്കാൻ പോയിരിക്കുന്നത്. അത് മേടിച്ചോട്ടെ, അപ്പൊ പുറത്തെ കാര്യം ഓക്കെ, പക്ഷേ ആഭ്യന്തര കാര്യത്തിനെങ്കിലും ഒരെണ്ണം അവ ഇവിടെ വച്ചിട്ട് പോണ്ടേ? എന്റെ അച്ഛാ, ചേട്ടൻ ഇങ്ങ് വരുമ്പോ അലമാരി തുറന്ന് അതെടുത്ത് ഇടാവല്ലോ. അതുവരെ അച്ഛൻ ഒരു കാര്യം ചെയ്യും, എന്നും ചെയ്യുന്ന അങ്ങ് യോഗ പ്രാക്ടീസ് ചെയ്യും. ഓഹോ, യോഗ ചെയ്യണം. ഞാൻ എന്റെ കൈയെടുത്ത് ഇതുവഴി ഇട്ട് തലയെടുത്ത് ഇതുവഴി ഇട്ട് ഇങ്ങനെ നോക്കുമ്പം അപ്പുറത്തെ വീട്ടിലെ വാസുദേവൻ പറയും, നോക്കടാ രാഘവ മാഷിന്റെ വീട്ടിന്റെ മുറ്റത്തൊരു കുണ്ടളപ്പുഴു നിൽക്കുന്നു. അവന്മാരെല്ലാം കൂടെ വന്ന് പുഴു എന്ന് പറഞ്ഞ് എന്നെ തല്ലിക്കൊല്ലണം. എന്നെ കൊല്ലാനുള്ള പരിപാടിയാണല്ലേടി? ഓ, എനിക്ക് വയ്യ അച്ഛനോട് സംസാരിക്കാൻ, ഞാൻ പോകുന്നു. എന്റെ ഭഗവാനെ, എന്റെ പൂർവ്വ വിദ്യാർത്ഥികൾ വരുമ്പോ ഞാൻ എന്ത് ചെയ്യും? അയ്യോ, കൈനീട്ടമല്ലേ കന്നിവയിൽ കൈയരുളും നാണ്യം നീയല്ലേ. കൈനീട്ടി ഒന്ന് തന്നാലുണ്ടല്ലോ അച്ഛാ. എന്തിനാടാ എന്റെ ഡ്രസ് എല്ലാം കൂടെ അലമാരി വെച്ച് പൂട്ടി താക്കോൽ എടുത്തോണ്ട് പോയത്? അച്ഛന്റെ ഷഷ്ടി പൂർത്തിക്ക് നല്ല ഉഗ്രൻ ഡ്രസ്സുമായിട്ടാ ഈ മരുമോൻ വന്നേക്കുന്നത്. ഇത് നിസാര ഡ്രസ്സല്ല, 12 വർഷത്തിലൊരിക്കലുള്ള പട്ടുനൂൽ. ആ ഡയലോഗ് എന്റെ മോള് പറഞ്ഞായിരുന്നു. അവള് പറഞ്ഞു. ഞാൻ പറയാൻ വെച്ചിരുന്നായിരുന്നു. അല്ല, നീ ഇനി പറയണ്ട, അത് വളിക്കും. ആണോ? അച്ഛൻ എന്തായാലും ഈ ഡ്രസ് ഒന്ന് ഇട്ടേ. ഞാൻ ഈ ഡ്രസ് ഇടുന്നില്ല. ഷഷ്ടി പൂർത്തിക്ക് ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഡ്രസ് മാത്രമേ ഞാൻ ഇടത്തുള്ളൂ. ഇത്രയും സ്നേഹനിധിയായ മരുമകൻ ഇത്രയും ദൂരം കഷ്ടപ്പെട്ടു പോയി വാങ്ങിക്കൊണ്ടു വന്ന ഡ്രസ് അച്ഛന് വേണ്ടല്ലേ? അച്ഛൻ അലമാരിക്കാതിരിക്കുന്ന ആ പഴയ ഉണക്ക ഡ്രസ് തന്നെ മതിയല്ലേ? അതിനുള്ള താക്കോലിന് വേണ്ടിയിട്ടാണോ ഇത്രയും ഇവിടെ കിടന്ന് യുദ്ധം ചെയ്തത്? അച്ഛന് താക്കോല് ഞാൻ തരാം, നിസാര കാര്യം. താക്കോല് പോരെ? കുലുക്കിടുവാണോ? താക്കോല് അടുത്ത ഷഷ്ടി പൂർത്തിക്ക് മതിയോ? അപ്പൊ അതുവരെ ഞാൻ ഈ ഒറ്റത്തോർത്ത് നിൽക്കണോ? താക്കോല് ഞാൻ ഇവിടുന്ന് എടുത്ത് വണ്ടിയെ പോയി ഓർക്ക് തുണിക്കട വെച്ച് മറന്നു. അയ്യോ, ഞാനിപ്പോ എന്തോ ചെയ്യും? എന്റെ ഷഷ്ടി പൂർത്തി എന്തോ ചെയ്യും? ഒരു കാര്യം ചെയ്യട്ടെ, മാവല കൊണ്ടൊരു നിക്കറുണ്ടാക്കി തരട്ടെ. എന്തായാലും അച്ഛാ, ഞാൻ സ്നേഹമുള്ളവനാണ്. ഞാൻ മേടിച്ചോണ്ട് പളപള തിളങ്ങുന്ന ഉടുപ്പാണിത്. ഇതിട്ട് നിക്ക്, അടിച്ചു പൊളിക്ക്. അല്ലാതെ വേറെ വഴിയൊന്നുമില്ല. ഒരു വഴിയില്ല. നല്ലതാണല്ലോ, സൂപ്പറാണ്. വില കൂടിയതൊക്കെ ആണോ? അച്ഛൻ പോയി ധൈര്യമായിട്ട് ഇട്ടം കൊണ്ട് നിക്കണ്ട അച്ഛാ. ഒരു കാര്യമുണ്ട്, കുറച്ച് നേരത്തേക്ക് ഞാനിത് ഇടുള്ളൂ. അതിനിടയ്ക്ക് നീ പോയി താക്കോൽ എടുത്തോണ്ട് വന്നേക്കണം. ഇതിട്ട് കഴിഞ്ഞാൽ പിന്നെ വേറെ ഡ്രസ് അച്ഛൻ ഇടത്തില്ല. അച്ഛന്റെ സ്റ്റുഡൻസ് ഒക്കെ ഇന്ന് വരുന്നതല്ലേ? അച്ഛന്റെ നിപ്പും ഭാവം കണ്ട പിള്ളേര് ഞെട്ടും. എത്തിയോ? നിങ്ങൾ ഇത് എവിടെ പോയി കിടക്കുവായിരുന്നു? അച്ഛൻ ഡ്രസ് എടുക്കാൻ വേണ്ടി പോയതല്ലേ? ഓ, ഡ്രസ് എടുക്കാൻ പോയി. അച്ഛൻ ഇവിടെ ആകെ ചൂടിലായിരുന്നു. പനിക്കോള് കാണും. നീ ഒരു പാരസിറ്റമോൾ മേടിച്ചു കൊടുത്താ മതി. ആരോട് പറയാ? ഇത്രയും നേരം നീ എന്നോട് തന്നെ അല്ലേ പറഞ്ഞു? നീ പറഞ്ഞോ? എനിക്ക് നിങ്ങളോട് പറയാൻ നേരെയില്ല, എനിക്ക് കുറെ തുണി കഴുകാനുണ്ട്. എടി, അച്ഛൻ ഇട്ടോണ്ട് വന്ന ഡ്രസ് ഉണ്ടല്ലോ, നല്ല പളപള തിളങ്ങുന്ന ഡ്രസ്സാ. ഈ നാട്ടിൽ ഒരു ഒറ്റ മഞ്ഞിട്ടിട്ടില്ല ഇന്നവരാ ഡ്രസ്, അറിയാവാ? ഇന്ന് അച്ഛന്റെ സ്റ്റുഡൻസ് ഒക്കെ വരികയല്ലേ, ഞാനൊന്ന് മിനിങ്ങിട്ട് വന്നാലോ സെറ്റപ്പായിട്ട്? നിങ്ങളുടെ കോഴിത്തര സ്വഭാവം അങ്ങനെ ആ പെമ്പിള്ളാരോട് എടുത്തിട്ടുണ്ടെങ്കിൽ ഇന്ന് അച്ഛന്റെ ഷഷ്ടിപൂർത്തിയുടെ കൂടെ നിങ്ങളുടെ ചവാടൊക്കെ കൂടെ ഞാൻ നടത്തും, കേട്ടല്ലോ? ദൈവമേ, പറഞ്ഞതുപോലെ ചെയ്യുന്നതാ ഇവള്. എന്റെ അമ്മോ.
നിന്റെ അച്ഛൻ. നിന്റെ അച്ഛൻ ദേ, എന്റെ അച്ഛന് പറഞ്ഞാലോട്ടല്ലോ അടിച്ചേക്കാൻ. അയ്യോ അടിയടി. എന്റെ കർണക്കുട്ടിക്ക് അടിയടി. അടിയടി. ഈ അച്ഛനത്തെ ഈ കോലത്തില് ഈ കോലത്തിൽ നിന്നാ നിന്റെ ചേട്ടൻ എനിക്ക് ഷഷ്ടിപൂർത്തിക്ക് ഇടാൻ വേണ്ടി എടുത്തോട്ട് തന്ന ഡ്രസ് അടി. ഇതാ? അയ്യോ എന്റെ കുട്ടികൾ വരുമ്പോ ഞാൻ ഈ ഫ്രോക്ക് ഇട്ടോണ്ട് ഇങ്ങനെ നിൽക്കേ. അയ്യേ, ഇത് എന്ത് കോലാണ്. നേരത്തെ തന്നെ വന്നു അല്ലേ ഗുരുഭക്തി. നേരത്തെ തന്നെ പോകരുത്. ഉച്ചയ്ക്ക് നല്ല ഉഗ്ര സദ്യയുണ്ട്. പാൽപായസം എന്റെ വകയ്ക്കാണ്. അടി മാമാട്ടിക്കുട്ടിയമ്മ. അയ്യോ അച്ഛൻ. നിക്കടാ. എടാ നിക്കടാ. എന്റെ ദൈവം, അച്ഛൻ ഇത്രയും വാശി പാടില്ല കേട്ടോ. എന്നോടുള്ള വാശിക്ക് അച്ഛൻ ഈ ഡ്രസ് എടുത്തിട്ടത്. എടാ, ഇത് നീ വാങ്ങിക്കൊടുത്ത ഡ്രസ്സാടാ. അയ്യോ കിറ്റ് മാറിപ്പോയി. കിറ്റ് മാറിപ്പോയോ? അതല്ല, തുണിക്കട വെച്ച് കിറ്റ് മാറിപ്പോയത്. എടാ റിട്ടയർ ആയെങ്കിലും ഈ നാട്ടിലെ ആളുകൾ സ്റ്റുഡൻസുകൾ എന്നെ വിളിക്കുന്ന ഒരു പേരുണ്ട്. നിനക്കത് അറിയാമോടാ? മാഷേ. ഓ അപ്പൊ നിനക്കത് അറിയാം. അയ്യോ ഈ കിളിനാഥ എന്റെ വായിന്നല്ല വന്നത്. ഓണ്ട നോക്കിക്കേ, ഗുരുപൂജ ടീം വരുന്നുണ്ട്. ആഹാ, അവര് നേരത്തേക്ക് എത്തിയോ? എവിടെ? അയ്യോ മാറടി, മാറ്. അയ്യോ അയ്യോ ആ മുണ്ടിക്കെടുക്കാം. ആദ്യത്തെ പ്രശ്നമാണത്. അയ്യോ മാറ്. അയ്യോ അയ്യോ അയ്യോ. മാഷിന് നമ്മളെ കാണുമ്പോ ഒരുപാട് സന്തോഷമാവും. നമസ്കാരം. നമസ്കാരം. കൂട്ട നമസ്കാരം. അല്ല, നമുക്ക് ഒരുമിച്ച് നമസ്കാരം പറഞ്ഞതല്ലേ ഏട്ടാ. ചേച്ചി ഞങ്ങള് രാഘവ മാഷ് പണ്ട് GHS പഠിപ്പിച്ചിരുന്ന പിള്ളേരാ. ആ അച്ഛൻ പറഞ്ഞിരുന്നു ഗുരുപൂജ ചെയ്യാൻ വരുമെന്ന്. ഞങ്ങക്ക് മാഷിനെ എന്തൊരു ഇഷ്ടം അറിയാമോ? ഇപ്പൊ കണ്ട ഇഷ്ടം കൂടും. അമ്മാതിരി ക്യൂട്ട്നെസ്സാ. പണ്ട് സ്കൂളിൽ പഠിപ്പിക്കാൻ മാഷ് വരുമ്പോഴേ സ്കൂളും കുട്ടികളും ഒരുപോലെ നിന്ന് വിറയ്ക്കുമായിരുന്നു. ഇപ്പൊ നിങ്ങള് മാഷിനെ കണ്ടാ നിന്ന് ചിരിക്കും. അല്ല, വിറച്ചോണ്ടുള്ളൊരു ചിരിയുണ്ടല്ലോ. ഓ അങ്ങനെ. പിന്നെ ചേച്ചി മാഷ് ആ സമയത്ത് സ്കൂളിലേക്ക് വന്ന മാഷിന്റെ ആ ഒരു നടപ്പും ഇരിപ്പും. ഇപ്പൊ ഇരിക്കുവാ, നടക്കുമെന്ന് അറിയാൻ പാടില്ല. ആ സമയത്ത് മാഷിന്റെ ഒരു പ്രൗഢി ഉണ്ട്. ആ ഇപ്പൊ പക്ഷെ പെറ്റിക്കോട്ടയില. അല്ലല്ല, ആ പ്രൗഢിക്ക് ഇപ്പോഴും ഒരു കുറവില്ല. ഓ അങ്ങനെ. ചേച്ചി മാഷിനെ വിളിക്കാം, ഞങ്ങളെ വന്നേന്ന് പറഞ്ഞാൽ മതി, മാഷ് വരും. അല്ല അച്ഛനെ ഉറക്കമാണ്. അത് കുഴപ്പമില്ല, ഞങ്ങളെ വന്നേന്ന് പറഞ്ഞാൽ മതി, മാഷ് എഴുന്നേറ്റ് വന്നോളൂ. വന്നെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. വിളിച്ചിട്ടുണ്ടെങ്കിലേ ഉറക്കത്തിൽ ശല്യം ചെയ്ത അച്ഛനെന്നെ തല്ലും. ആണോ ചേച്ചി? ഞങ്ങളെ കയ്യിലൊരു വിദ്യയുണ്ട്. മാഷ് ഇപ്പൊ ഇറങ്ങി വരും. അതെങ്ങനെ? ആ അതൊക്കെ ഉണ്ട്, ഇപ്പൊ കണ്ടോ? അഖിലാണ്ട മണ്ഡല മണിച്ചൊരുക്കി അതിനുള്ളിൽ ആനന്ദ ദീപം കൊളുത്തി പരമാണു പൊരുളിലും സ്ഫുരണമായി മിന്നും പരമപ്രകാശമേ ശരണം നീ നിത്യം. അസംബ്ലി ഡിസ്മിസ്. ഇല്ല എണീറ്റില്ല. നിങ്ങൾക്കത് തോന്നിയതായിരിക്കും. ഇല്ല ചേച്ചി, മാഷിനെ ചേട്ടൻ ഞങ്ങൾക്കറിയാം, മാഷ് എഴുന്നേറ്റ്. അതിന് മാഷയെ കൊണ്ട് Student, attention! Stand at ease! Left hand! Right hand! Left hand! On my mark! Mark! വെൽക 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 മേൽ വെൽക വെൽക നാൾക്കുനാൾ കർമ്മരംഗം തന്നിൽ ഇന്നും ഒന്നുപോലെ ഞങ്ങൾ തൻ വിദ്യാലയം അയ്യോ, ദേ തിരിച്ചു വരുന്നു. GHS. വെൽക 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 മേൽ വെൽക വെൽക നാൾക്കുനാൾ കർമ്മരംഗം തന്നിൽ ഇന്നും ഒന്നുപോലെ ഞങ്ങൾ തൻ വിദ്യാലയം. ഇതെന്തോ ഈ കാണിക്കണേ? സ്കൂളിട്ട് പോകാം. ഇതെന്തോ ഈ കാണിക്കണേ? നമുക്ക് മാഷിനെ വിളിക്കണ്ടേ? അയ്യോ ഞാൻ ആ കാര്യം മറന്നുപോയി. വാ ചേച്ചി, മാഷിനെ വിളിക്കും, ഞങ്ങക്ക് ഗുരുപൂജ ചെയ്യണ്ടേ. Excuse me! പേടി നോക്കി അലക്കലിന്റെ മുകളിൽ മാഷിന്റെ തല. അയ്യോ തലയല്ല, അത് ബാർ സോപ്പാ. അപ്പൊ ഈ മാസൊക്കെ ഇരുന്ന് സംസാരിക്കോ? ചില സന്ദർഭങ്ങളിൽ സംസാരിക്കും. മാഷേ, അല്ല നിങ്ങൾക്ക് എന്ത് വേണം? മാഷേ ഞങ്ങക്ക് ഗുരുപൂജ ചെയ്യണം മാഷേ. അയ്യോ അത് നടക്കത്തില്ല. അയ്യോ അങ്ങനെ പറയല്ലേ മാഷേ. പറയും ഞാൻ. അയ്യോ, റിട്ടയർഡായ അധ്യാപകരുടെ മുന്നിൽ നിന്നും 5 അടി മാറിയ പൂർവ്വ വിദ്യാർത്ഥികൾ നിൽക്കാവൂ. അങ്ങനെയുണ്ടോ മാഷേ? അങ്ങനെയുണ്ട്. 1 2 3 4 5 മാറിയെന്ന് മാഷേ. ഇനി എന്ത് വേണം? ഇനി ഞങ്ങക്ക് കാല് തൊട്ട് വന്നിക്കണം. അയ്യോ കാല് തൊട്ട് വന്നിക്കണോന്നാ പറഞ്ഞേക്കണത്. ഞാനൊരു കാര്യം ചെയ്യട്ടെ, അച്ഛന് 2 കാലും വെട്ടി അങ്ങോട്ട് കൊടുക്കട്ടെ. അയ്യോ എന്തെങ്കിലും അത് ചെയ്യടാ. നിങ്ങൾക്ക് എന്താണ് പാദപൂജ? കാല് തൊട്ട് വേണം. അത്രയല്ലേ ഉള്ളൂ. അച്ഛാ ആ കാലൊന്ന് കാണിച്ചേ. പാദപൂജ ചെയ്യണം, അത്രയല്ലേ ഉള്ളൂ. ചെയ്യണം.
ചെയ്തോളൂ. ഓ മാഷെ അനുഗ്രഹിക്കണം, മാഷെ അനുഗ്രഹിക്കണം. ഡിസ്പ്ലേ കളയല്ലേ? ഓക്കെ അല്ലേ? ഇനി പൊക്കോ. അല്ല മാഷേ, തിരക്കുള്ളോണ്ടാണേ ഞങ്ങൾ പോകുന്നത്. ആയിക്കോട്ടെ. ആ ശരി. ഞങ്ങൾ ഇനി ഒരു ദിവസം വരാട്ടാ. ശരി. അല്ല ഒരു മിനിറ്റ്. അയ്യോ മറ്റേത് പറഞ്ഞില്ല. അതെ ചേട്ടാ ചേച്ചി മാഷേ, ഓ. ഞങ്ങളെ പണ്ടത്തെ ഒരു ആഗ്രഹമാണേ. ഓ നൊസ്റ്റു. ആ, അതെ അതെ, ഞങ്ങളതൊന്ന് ചേച്ചിയുടെ ചേട്ടന്റെ മുമ്പിൽ വെച്ചൊന്ന് സാധിച്ചോട്ടെ. ചെയ്തോ, ചെയ്തോ. തോരപ്പം മാഷേ. തുറപ്പാന്ന് വിളിച്ചത്? ആരായി? ആരായി തുറപ്പാന്ന് വിളിച്ചത്? ആരായി തുറപ്പാന്ന് വിളിച്ചത്? ആരാ? ആരാ? അയ്യേ മാഷെ മാഷേ, എന്താ ഇത്? അയ്യേ, ഒറ്റ ചൂരല് കൊണ്ട് പിള്ളേരെ എല്ലാം വിറപ്പിച്ചോണ്ടിരുന്ന മാഷിപ്പോ ഒറ്റ പെറ്റിക്കോട്ടിനുള്ളിൽ വിയർത്ത് നിൽക്കുന്നു. മാഷ് വിഷമിക്കണ്ട മാഷേ, ഇനി ഒരിക്കലും തുറപ്പം മാഷെ എന്ന് വിളിച്ച് ഞങ്ങൾ കളിയാക്കത്തില്ല മാഷേ. കണ്ടോടാ, നിങ്ങൾക്ക് രണ്ട് തല്ലും അവരെ ഒന്ന് വരട്ടിയപ്പോ സ്വഭാവം മാറിയ കണ്ടോ? ഇതാണ് അനുസരണ എന്ന് പറയുന്നത്. മാഷെ പകരം ഞങ്ങള് വേറൊരു പേര് വിളിച്ചോളാം. എന്ത് പേര്? പെറ്റിക്കോട്ട് മാഷേ.